നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ പ്രശ്നമാണ്. നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ചും വയറ് കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. നമ്മൾ നിരന്തരം പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതിന് വേണ്ട എന്തെങ്കിലും ഐഡിയാസ് പല ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വയറ് കുറയ്ക്കാൻ നമുക്ക് സിമ്പിളായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പം സിമ്പിളായിട്ട് പറയുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് കാണും ഭക്ഷണം കുറയ്ക്കുക, വറുത്തത് കഴിക്കാതിരിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. പക്ഷെ അതിൻ്റെ ഒരു പാർട്ടാണ്. അത് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറൊരു പരിധി വരെ കുറച്ച് നിർത്താൻ പറ്റും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയ വയറ് കുറയ്ക്കാൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെപ്പോഴും ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ചെറിയ ദൂരമാണെങ്കിലും വണ്ടി എടുത്തിട്ട് പോകും, അതല്ലെങ്കിൽ ലിഫ്റ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബോധപൂർവം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. അതായത് ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നടന്നു പോകാനായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. അത് ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു സന്തോഷം തോന്നും. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു 5 മിനിറ്റ് നടത്തം എന്നുള്ളതൊരു 10 മിനിറ്റ് ആക്കണം തോന്നും, 10 മിനിറ്റ് എന്നുള്ളതൊരു 15 മിനിറ്റ് ആക്കണം തോന്നും. അങ്ങനെ നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഈ നടത്തത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടി വരും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം നടത്തത്തിനകത്തൊക്കെ എന്ത് ഇൻട്രസ്റ്റ് വരാനാണ്, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ആദ്യം ഒരു 15 മിനിറ്റ്സ്, ഒരുപാട് നേരമൊന്നും നടന്ന് കുഴയേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് നടക്കാൻ നോക്കുക. ഇനി അതല്ല, നമ്മളിനി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ആദ്യത്തെ ഒരു 2-3 നിലയൊക്കെ നമുക്ക് 3rd ഫ്ലോറിലോ 4th ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 2-3 നില നമ്മളൊന്ന് സ്റ്റെപ്പ് കയറാനായിട്ട് നോക്കുക. അതിനുശേഷം കാല് കുഴയുകയാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ 1-2 നില നമ്മൾ എല്ലാ ദിവസവും ഒന്ന് കയറും ഒന്ന് ഇറങ്ങുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ച്, അതൊരു വലിയ കാലറി ലൂസ് ഒന്നും അല്ലെങ്കിലും പക്ഷെ വളരെ കൺസിഡറബിളായിട്ട് നമുക്ക് വയറ് കുറയുന്നത് കാണാൻ പറ്റും. വയറ് മാത്രമല്ല കേട്ടോ ഇങ്ങനെ കുറയുന്നത്, നമ്മുടെ തൈസിലെ വണ്ണം, അതുപോലെ ബട്ടക്സിലെ ഉള്ള വണ്ണം, അതുപോലെ ഈ ഒരു കേർവ്, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരോ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരോ ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ പടി കയറി ഇറങ്ങി പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാമെന്നോ പെട്ടെന്ന് വയറ് കുറയ്ക്കാമെന്നോ വിചാരിച്ചേക്കരുത്. അത് നമുക്ക് ഗുണത്തിനെക്കാട്ടിലേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ വയറ് മാത്രമൊക്കെ ആയിട്ടാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റെപ്പ് ഒരു തവണ കയറുന്നത് അല്ലെങ്കിൽ 2 തവണ അങ്ങനെ നമ്മുടെ പതുക്കെ കപ്പാസിറ്റി കൂട്ടി കൊണ്ടുവന്നാൽ മതി. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ. ഇനി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുളിക്കുന്ന സമയത്ത് മാക്സിമം ആൾക്കാരും ഷവറും അതുപോലെ തന്നെ ഹാൻഡ് ഷവറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ, പാനൽ ഷവറൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുക്കുക. ബക്കറ്റിൽ ഫുൾ വെള്ളം നിറയ്ക്കരുത്, അതിനകത്തൊരു 1/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗത്തിന് താഴെ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ മുട്ട് മടക്കാതെ ഈ വെള്ളം കോരി തലയിൽ ഒഴിച്ച് കുളിക്കാനായിട്ട് നോക്കുക. തലയിൽ ഒരു ദേഹത്ത് ഇങ്ങനെ ഒഴിച്ച് കുളിക്കാനായിട്ട് നോക്കുക. പക്ഷെ മുട്ട് മടക്കാൻ പാടില്ല. ഈ ബക്കറ്റ് നിലത്തായിരിക്കണം വെച്ചിരിക്കുന്നത്. അര ബക്കറ്റ് വെള്ളമേ കാണാവുള്ളൂ. അത് റീഫിൽ ചെയ്ത് തന്നെ കുളിക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു ദിവസം എന്തായാലും നമ്മളൊരു 10-20 പ്രാവശ്യം കുനിഞ്ഞ് നൂരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു സാധ്യതയാണ്. നമ്മളറിയാതെ തന്നെ നമ്മൾ അബ്ഡമിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറഞ്ഞ് ആ ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുമ്പം ഇപ്പം എല്ലാവരും മോപ്പ്, അതായത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വലയടിക്കാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് വിട്ടിട്ട് നമ്മുടെ പരമ്പരാഗത ശൈലിയായിട്ട് നമ്മൾ ബക്കറ്റിലെ വെള്ളം എടുത്ത് തറയിൽ ഇരുന്നോ അല്ലെങ്കിൽ കുത്തിയിരുന്ന് നമ്മൾ നിലം തുടയ്ക്കുന്ന ഒരു രീതി, അതൊരു ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അതൊരു പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ല. പക്ഷേ നമ്മൾ വൺസ് പതുക്കെ ഒന്ന് ട്രൈ ചെയ്താൽ, എനിക്കൊന്നും ഒരുപാട് വണ്ണമുള്ളവർക്കൊന്നും പറ്റത്തില്ല. പക്ഷെ എനിക്കൊന്നും വയറ് മാത്രമൊക്കെ ആയിട്ടുള്ളവർക്ക് കുറച്ച് സ്ഥലം ഒന്ന് തുടച്ചൊക്കെ എടുക്കുക. ഒരു നമ്മുടെ റൂം മാത്രമെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ക്രമേണ നമുക്ക് അതിൻ്റെ ഒരു നമുക്കത് ചെയ്യാൻ കുറച്ചും കൂടെ പെട്ടെന്ന് പറ്റുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഓപ്ഷണലാണ്. ഇനി അതുപോലെ തന്നെയാണ് വീട്ടിൽ മുറ്റമുള്ളവരാണെങ്കിൽ മുറ്റം തൂക്കുന്ന ഒരു രീതി, അതും ഒരുപാട് വലിയ ചൂല് വെച്ചിട്ടല്ല, വളരെ കുറ്റി ചൂലെന്ന് നമ്മൾ പറയുമല്ലോ, ചെറിയ ചൂല് വെച്ചിട്ട്
നല്ല രീതിയിൽ വീശി വീശി തന്നെ മുറ്റം തൂക്കുകയാണെങ്കിൽ മുറ്റവും വൃത്തിയാവും. അതുപോലെ നമ്മുടെ വയറ് നല്ല രീതിയിൽ കുറയും. അത് നല്ലൊരു എക്സസൈസും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. നോർമലി ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരും ഇരുന്നൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ എല്ലാം ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിട്ട് വരികയാണ്. പ്രധാനമായിട്ടും ഇപ്പം IT വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ് ആയാലും അതല്ല ഓഫീസിൽ ജോലി ചെയ്യുന്നവരായാലും ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ വയറിൻ്റെ ഭാഗത്താണ് പെട്ടെന്ന് ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഈ വയറിന് ഒരു അനക്കം തട്ടിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ഫാറ്റിനെ ചെറിയ രീതിയിലൊന്ന് ബേൺ ചെയ്യാനായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം കൊറിയൻ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം കൊറിയൻ പോപ്പ് സോങ്സ്, കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിൻ, അതായത് അവരുടെ സ്കിൻ മെയിൻ്റനൻസ്, അവരുടെ ഒരു പ്രായമാകാതിരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ അവർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ തന്നെ കൊറിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട് നമ്മുടെ അബ്ഡമിന് വേണ്ടിയിട്ട്. അതായത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം പെട്ടെന്ന് പിടിച്ചിട്ട് വയറ് പെട്ടെന്ന് അകത്തേക്ക് വലിക്കും. അതുപോലെ ശ്വാസം വിട്ടിട്ട് വയറ് തിരിച്ച് വെളിയിലേക്ക് തള്ളും. ഇങ്ങനെ അകത്തേക്ക് എടുക്കുന്നു, വെളിയിലേക്ക് വെക്കുന്നു. അതായത് നമ്മളിപ്പം കീഗൽസ് എന്നൊക്കെ പറയുന്ന എക്സസൈസസ് ഉണ്ട്. അതിൽ ചെയ്യുന്നത് അബ്ഡമൻ ഫുള്ളായിട്ട് വലിക്കും. അപ്പം കുറച്ച് സ്ട്രെങ്തോടെ വലിക്കുകയും വെളിയിലേക്ക് ശ്വാസം വിടുമ്പോൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ക്വിക്കായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്ഡമൻ അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ഈ ഒരു ആക്ഷനിൽ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് അവിടെ നടക്കുന്നുണ്ട്. ആ മസ്കുലർ എൻഗേജ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇരുന്നുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വളരെ ഇഫക്റ്റീവുമാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് വയറ് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് 1-2 വട്ടം ചെയ്താൽ പോരാ. ഇനിഷ്യലി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 5 10 ഒക്കെ ചെയ്താൽ മതി. ഒരുപാട് കൂടുതൽ ചെയ്യരുത്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഈ 10, 15 എന്നുള്ളത് ഒരു 3 to 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 to 2 മിനിറ്റ്സ് എന്നുള്ള രീതിയിലോ ഒരു 50 100 ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കോ മാറ്റണം. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ശ്വാസം പെട്ടെന്ന് എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഈ BP പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരുപാട് ഹൈപ്പർടെൻസീവ് ഒക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കണം. ഇനി അല്ലാതെ ഇപ്പോൾ കാർഡിയോ കംപ്ലയിൻസോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് തരം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. അതല്ലാതെ നോർമലി എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനം ഇരുന്നുകൊണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ഈവൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോലും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റാണ്. അതായത് നിന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒരേ നിപ്പ് നിന്നിട്ട് ബാക്കിലേക്ക് നോക്കുന്നു, തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു ട്വിസ്റ്ററിൽ നിന്ന് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ മാക്സിമം അബ്ഡമനെ ഇങ്ങനെ സ്ക്വീസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഈ ലാറ്ററൽ ആയിട്ടുള്ള ഫാറ്റും കുറേ പോവും. അതുപോലെ തന്നെ വയറിനും ഒരനക്കം വയ്ക്കും. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന ജമ്പിങ് ജാക്സ് പോലെ ഒന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ടൊന്ന് ഓടാൻ ശ്രമിക്കുക, ജോഗ് ചെയ്യുക. ഇനി അതൊന്നും പറ്റിയില്ല പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നിട്ട് നമുക്കിതേപോലെ വയറ് പിടിച്ച് അങ്ങനെ ചെയ്തിട്ട് വയറ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. പിന്നെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാങ്ക്സ് ആണ്. പ്ലാങ്ക്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കമിഴ്ന്ന് കൈ 2 കുത്തി കിടക്കുക. അത് എത്ര നേരമാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നത് അത്രത്തോളം നല്ലത്. ആദ്യം ചിലപ്പോൾ 5 സെക്കൻഡ്സേ പറ്റത്തുള്ളായിരിക്കും. ഓരോ ദിവസം കഴിയും തോറും ഈ 5 എന്നുള്ളത് 10 ആക്കുക, 10 എന്നുള്ളത് 15 ആക്കുക. അങ്ങനെ ഒരു 1 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ ഒരു വിത്തിൻ ഒരു 10 ഡേയ്സിൽ തന്നെ നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മളിതിനു വേണ്ടി അധ്വാനിക്കുന്ന എത്ര സമയമാണ്? ഒരു 2 മിനിറ്റ്സോ 3 മിനിറ്റ്സിനകത്താണ് ഒരു ദിവസം ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ വയറ് കുറയ്ക്കുന്ന കാര്യങ്ങളുടെ കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ചോറ് കഴിക്കാതിരിക്കുക, രാത്രി അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. എത്ര വിശപ്പ് നമുക്ക് തോന്നിയാലും അതിനെ ഫില്ല് ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ആണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ എല്ലാം എടുക്കാം, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ അതിൻ്റെ കൂടെ എടുക്കാം. അതുപോലെ തന്നെ ഒരു 8 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ സപ്പർ കഴിച്ച് നിർത്തുക. ഇത് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. ഈ വിശക്കുമ്പോഴെല്ലാം നമ്മൾ കുറേശ്ശെ വെള്ളം കൂടെ കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഇൻടേക്ക് ഉണ്ടാവത്തില്ല. റെഡ് മീറ്റിൻ്റെയും
ബേക്കറി ഐറ്റംസിൻ്റെയും വറുത്തതും പൊരിച്ചതായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗം നല്ലതായിട്ട് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ചധികം ഫാറ്റ്, നമ്മുടെ ശരീരത്തിരിക്കുന്ന ഫാറ്റ് തന്നെ കാലറിയൊക്കെ ലൂസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ മാറ്റം വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഇതുപോലുള്ള നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വീഡിയോസിനെ കുറിച്ച് അല്ലെങ്കിൽ വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ വീഡിയോസ് ഇടാൻ നമ്മൾ ആലോചിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.